നമസ്കാരം. കോൺഗ്രസ് മന്ത്രിമാരുടെ അന്തിമ പട്ടിക രാത്രിയോടെ പ്രഖ്യാപിക്കാൻ സാധ്യത. KPCC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ മന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC നിർദ്ദേശപ്രകാരം എത്തിയ ദീപാദാസ് മുൻഷി എന്നിവരുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ തമ്മിലുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും പുരോഗമിക്കുന്നത്. കൂടുതൽ സങ്കീർണമായ ചർച്ചകളിലേക്ക് നേതൃത്വം കടന്നിരിക്കുകയാണ്. വകുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിശ്ചയിച്ച് മന്ത്രിമാരുടെ അന്തിമ പട്ടിക ഇന്ന് രാത്രിയോടെ തന്നെ പുറത്തുവിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടിയന്തര നീക്കം. പുതിയ UDF മന്ത്രിസഭയിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ഇതിനകം തന്നെ ഒരു പ്രാഥമിക ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ കടുത്ത അതൃപ്തിയിലായിരുന്ന മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. താൻ മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ വേണമെന്ന ചെന്നിത്തലയുടെ കർശന നിലപാട് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതോടെയാണ് പാർട്ടിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമായത്. ചെന്നിത്തലയ്ക്ക് പുറമെ സണ്ണി ജോസഫ്, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ഉറപ്പായിട്ടുണ്ട്. ഇവർക്കൊപ്പം നിയമസഭയിൽ പുതുമുഖമായ M ലിജുവിനും മന്ത്രിസഭയിൽ ഇടം നൽകി യുവത്വത്തിന് പ്രാധാന്യം നൽകാനാണ് പാർട്ടി തീരുമാനം. ബിന്ദു കൃഷ്ണ, ചാണ്ടിയുമൻ, IC ബാലകൃഷ്ണൻ എന്നിവരുടെ പേരുകളും അവസാന നിമിഷത്തെ പട്ടികയിൽ സജീവമായി പരിഗണിക്കുന്നുണ്ട്. വയനാട് ജില്ലയ്ക്ക് ഇത്തവണ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന ശക്തമായ ആവശ്യം IC ബാലകൃഷ്ണൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതേസമയം മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ സ്ഥാനത്തേക്ക് നിയമിക്കാനാണ് ഹൈക്കമാൻഡും മുഖ്യമന്ത്രിയും താൽപര്യപ്പെടുന്നത്. എന്നാൽ ഈ നീക്കത്തിൽ തിരുവഞ്ചൂരിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തനിക്ക് മന്ത്രിസ്ഥാനം തന്നെ വേണമെന്ന നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷ് MP, RSP നേതാക്കളായ ഷിബു ബേബി ജോൺ, NK പ്രേമചന്ദ്രൻ എന്നിവരും ചർച്ചകളുടെ ഭാഗമായി KPCC ആസ്ഥാനത്ത് തുടരുന്നുണ്ട്. അർഹമായ പരിഗണന ലഭിക്കാത്തതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും അതൃപ്തിയുണ്ട്. മത്സരിച്ച 8 സീറ്റുകളിൽ 7 വിജയിച്ച മികച്ച സ്ട്രൈക്ക് റേറ്റ് മുൻനിർത്തി തങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന ഉറച്ച നിലപാടിലാണ് പാർട്ടി നേതൃത്വം. എന്നാൽ ഒരു മന്ത്രി പദവിയും ചീഫ് വിപ്പ് സ്ഥാനവും നൽകാമെന്നതാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം. കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടില്ല. നേരത്തെ മുന്നണിയിൽ സീറ്റുകൾ വിട്ടു നൽകുന്നതിലും മറ്റും കേരള കോൺഗ്രസ് കാണിച്ച വിശാല മനസ്കത കൂടി പരിഗണിക്കണമെന്നും നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. റവന്യൂ, ജലസേചനം എന്നീ വകുപ്പുകൾ വേണമെന്നതാണ് പാർട്ടി ആവശ്യപ്പെടുന്നെങ്കിലും ഇത് ലഭിക്കാനുള്ള സാധ്യത കുറവാണ്. ആഭ്യന്തരമന്ത്രിയാക്കുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ചെന്നിത്തല നാളെ സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള DGPമാരെ അടക്കമുള്ളവരുമായിട്ടാണ് ചെന്നിത്തലയുടെ നാളത്തെ കൂടിക്കാഴ്ച. സതീശൻ സർക്കാരിൽ ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകളാകും ചെന്നിത്തല കൈകാര്യം ചെയ്യുകയെന്ന് ധാരണയായിട്ടുണ്ട്. ഘടകകക്ഷികളുമായിട്ടുള്ള സീറ്റ് വിഭജന ചർച്ചകളിലും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 5 മന്ത്രിസ്ഥാനങ്ങൾ വേണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് വാശിയിലാണ്. എന്നാൽ 4 മന്ത്രിസ്ഥാനങ്ങളും ക്യാബിനറ്റ് പദവിയുള്ള മറ്റൊരു പദവിയും നൽകാമെന്ന ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ലീഗിൽ PK കുഞ്ഞാലിക്കുട്ടിയുടെ മന്ത്രിസ്ഥാനം ഉറപ്പാണെങ്കിലും PK ബഷീറിനെ മന്ത്രിയാക്കാത്തതിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. KM ഷാജി, N ഷംസുദ്ദീൻ, VE അബ്ദുൽ ഗഫൂർ, പാറക്കൽ അബ്ദുള്ള, AKM അഷ്റഫ് എന്നിവരുടെ പേരും ലീഗിന്റെ മന്ത്രി പട്ടികയിൽ പരിഗണിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനങ്ങൾക്കായി സമാന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒറ്റകക്ഷി MLAമാരുടെ കാര്യത്തിൽ CP ജോണിന് 5 വർഷവും അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ എന്നിവർക്ക് 2.5 വർഷം വീതമുള്ള ടേം വ്യവസ്ഥയും കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. എന്നാൽ ടേം വ്യവസ്ഥയിൽ മാണി C കാപ്പനും അതൃപ്തിയിലാണ്. തനിക്ക് മന്ത്രിസ്ഥാനം നൽകാമെന്ന് നേതൃത്വം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും എന്നാൽ ഏത് വകുപ്പാണ് നൽകിയെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് മുൻപ് മാണി C കാപ്പൻ പ്രതികരിച്ചിരുന്നു. ഈ തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഇന്ന് രാത്രിയോടെ തന്നെ പൂർണ്ണ ചിത്രമുണ്ടാക്കാനാണ് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്.